In this video, we are going to discuss about mathematical functions in C++. So mathematical functions are the predefined functions or built-in functions. These functions are ready-to-use functions. So while using predefined functions or built-in functions, we must include header files in our program. So while using mathematical functions, the header file cmath or math.h should be included in our program. So in the case of Linux, we use cmath, or in the case of Turbo C++, we use math.h. So the commonly used mathematical functions in C++ are abs, used to find the absolute value, sqrt to find the square root, pow used to find the power of a number. നമ്മൾ ഈ വീഡിയോയിൽ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് എന്തൊക്കെയാണ് C++ യൂസ് ചെയ്യുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഒരു പ്രീഡിഫൈൻഡ് ഫങ്ഷനാണ്. സോ ഓൾറെഡി ഇറ്റ് ഈസ് എ റെഡി ടു യൂസ് പ്രോഗ്രാം. സോ ഇങ്ങനെയുള്ള പ്രോഗ്രാം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഹെഡർ ഫയൽ അതിൻ്റെ കൂടെ തന്നെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഈ ഫങ്ഷൻസ് റൺ ചെയ്യുള്ളൂ. സോ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഹെഡർ ഫയലാണ് cmath അല്ലെങ്കിൽ math.h. സോ കോമൺലി യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് നമ്മൾ പഠിക്കുന്നത് മെയിനായിട്ട് 3 ഫങ്ഷൻസ് ആണ്. abs is a function used to find the absolute value of a number. sqrt is the function used to find the square root of a number, and pow is the function used to find the power of a number. So നമുക്കിത് കൂടുതൽ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ abs or absolute value ഷോർട്ടായിട്ട് എഴുതുന്നതാണ് abs. So abs is the function used to find the absolute value of an integer. ഒരു ഇൻറ്റീജർ നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ഇൻറ്റീജർ നമ്പർ ഏത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, വി ഗോട്ട് ദ റിസൾട്ട് പോസിറ്റീവ് ആസ് ആൻ ഇൻറ്റീജർ. സോ അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കൂ സിൻടാക്സ്. abs ഇസ് ദ ഫങ്ഷൻ നെയിം. സോ ഇവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് ഇൻറ്റീജർ നമ്പറാണ്. ഏത് വാല്യൂ ആണോ ഏത് നമ്പറിൻ്റെ ആണോ നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ആണേണ്ടത് അതാണ് ആർഗ്യുമെൻ്റ് ആയിട്ട് ഇൻപുട്ട് ചെയ്യുന്നത്. റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നതും എന്ത് തന്നെയാണ്, ഇൻറ്റീജർ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഡാറ്റ ടൈപ്പ് ആർഗ്യുമെൻ്റ് ആയിട്ടും ഇൻറ്റ് കൊടുത്തത്, റിട്ടേൺ ടൈപ്പായിട്ട് ഇൻറ്റീജർ കൊടുത്തത്. അപ്പോൾ ഇവിടെ ഇൻപുട്ടായിട്ട് നമ്മൾ ആർഗ്യുമെൻ്റായി കൊടുക്കുന്ന വാല്യൂ പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. പക്ഷെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? ഇറ്റ് മസ്റ്റ് ബി എ പോസിറ്റീവ് വാല്യൂ. അതാണ് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് n ഈക്വൽ ടു -25, എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ വാല്യൂവിൻ്റെ വാല്യൂ -25 ആണ്. സോ abs മീൻസ് അബ്സല്യൂട്ട് വാല്യൂ കാണാനുള്ള ഫംഗ്ഷനാണ് abs ഓഫ് എൻ്റെ വാല്യൂ എന്താണ്? -25. സോ -25 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് എന്താ കിട്ടുക? വി ഗോട്ട് ദ റിസൾട്ട് 25, അതിൻ്റെ പോസിറ്റീവ് വാല്യൂ. അപ്പോൾ നെഗറ്റീവും ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്ത് തന്നെ നമ്മളൊരു ആർഗ്യുമെൻ്റായി കൊടുത്താലും ഒരു ഇൻറ്റീജർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ആ സംഖ്യയുടെ തന്നെ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. സോ n ഇവിടെ -25 ആയതുകൊണ്ടാണ് വി ഗോട്ട് 25 ആസ് ദ റിസൾട്ട്. ഇഫ് എന്നിൻ്റെ വാല്യൂ പോസിറ്റീവ് 25 ആണെങ്കിലും +25 ആണെങ്കിലും റിസൾട്ട് എന്ത് തന്നെയാണ്? 25. Okay, so abs is the function used to find the absolute value of a number. sqrt is the function used to find the square root of a number. ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് ഫൈൻഡ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് sqrt. സോ ഇവിടെ കൊടുക്കുന്ന വാല്യൂ, സ്ക്വയർ റൂട്ട് കാണാവുന്ന വാല്യൂ, ഇൻപുട്ട് ചെയ്യുന്ന ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ ഇൻറ്റീജർ ആവാം, ഫ്ലോട്ട് ആവാം, ഓർ ഡബിൾ. സോ ഇൻറ്റീജർ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ടൈപ്പ് ഇൻറ്റ്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ അല്ലെങ്കിൽ ഡെസിമൽ വാല്യൂ ഫ്ലോട്ട്, അതിൻ്റെ ഹയർ പൊസിഷനാണ് ഡബിൾ. സോ ഇങ്ങനൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ദാറ്റ് ഇസ് നോൺ നെഗറ്റീവ് മീൻസ് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇറ്റ് മസ്റ്റ് ബി ഏതർ ഫ്ലോട്ട് ഓർ ഇൻ ഡബിൾ വാല്യൂ. സ്ക്വയർ റൂട്ട് അങ്ങനെയാണ് നമ്മൾ കാണുന്നത് അല്ലേ? സ്ക്വയർ റൂട്ട് ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം റിസൾട്ട് കിട്ടുന്ന വാല്യൂ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ അല്ലെങ്കിൽ അതൊരു ഡബിൾ വാല്യൂ ആയിരിക്കും. പക്ഷേ നമുക്ക് ആർഗ്യുമെൻ്റായിട്ട് ഇൻപുട്ട് ചെയ്യുമ്പോൾ എന്താവാം? ഇൻറ്റീജർ ആവാം, ഫ്ലോട്ട് ആവാം, അല്ലെങ്കിൽ ഡബിൾ ആവാം. ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്?
SQRT. So ഇവിടെ double ആവാം, integer ആവാം, float ആവാം, but return value must be either float or double. For example, int n equal to 25. നമ്മളിവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് 25 ആണ്. അപ്പോൾ നോക്കൂ, SQRT ഓഫ് n ഇൻറ്റീജർ ആണ്. എന്നിൻ്റെ വാല്യൂ എന്താണ്? 25. സോ അത് ആരിലേക്കാണ് റിട്ടേൺ ചെയ്യുന്നത്? ബി മീൻസ് ഫ്ലോട്ട്. നമ്മൾ പറഞ്ഞു റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തെങ്കിലും ഫ്ലോട്ട് ആവാം, അല്ലെങ്കിൽ എന്താവാം, ഡബിൾ ആവാം. അപ്പോൾ 25 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ബിയിലേക്ക് എന്താ വരുന്നത്? ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ് അല്ലേ? അപ്പോൾ സി ഔട്ട് ബി എന്ന് പറയുന്ന സമയത്ത് 25ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 5 ആണ്. സോ 5 ഫ്ലോട്ടിംഗ് പോയിന്റ് ഡെസിമൽ വാല്യൂ ആകുമ്പോൾ നമ്മൾ ദശാംശമുള്ള നമ്പറാണ് എഴുതുക. ഓക്കെ, ഇപ്പോൾ SQRT is the function used to find the square root of a number. മൂന്നാമത്തെ ഫംഗ്ഷനാണ് പവർ, POW, the function used to find the power of a number. സോ നമുക്കിവിടെ രണ്ട് ആർഗ്യുമെൻറ്റ് വേണം, ഒന്നല്ല രണ്ടെണ്ണം വേണം, x and y. സോ x and y are of type int, float or double. നമുക്ക് റിസൾട്ട് എന്താ കിട്ടുക? പവർ എന്ന് പറഞ്ഞാൽ എക്സും വൈയും ഇൻപുട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? എക്സ് റേസ് ടു വൈ. എക്സിൻ്റെ പവർ എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു വൈ എന്നാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന വാല്യൂ. ഇറ്റ് റിട്ടേൺസ് ദ വാല്യൂ ഓഫ് എക്സ് റേസ് ടു വൈ. അതാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്? POW ഇസ് ദ ഫംഗ്ഷൻ നെയിം. നമ്മൾ രണ്ട് വാല്യൂ കൊടുക്കണം, എക്സും വൈയും. നമ്മൾ പറഞ്ഞു എക്സും വൈയും ഇൻറ്റീജർ ആവാം, ഫ്ലോട്ട് ആവാം, അല്ലെങ്കിൽ ഡബിൾ ആവാം. ബട്ട് അതേപോലെ തന്നെ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഉണ്ടാവുക. ഇൻറ്റീജർ ആണെങ്കിൽ ഇൻറ്റീജർ ആവാം, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട് ആവാം, ഡബിൾ ആണെങ്കിൽ ഡബിൾ ആവാം. സോ കൺസിഡർ ദിസ് എക്സാമ്പിൾ. ഹിയർ എക്സ് ഈക്വൽ ടു 5 ആൻഡ് വൈ ഈക്വൽ ടു 4. അപ്പോൾ 5, 4 നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. POW ഇസ് ദ ഫംഗ്ഷൻ നെയിം. ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ എക്സും വൈയും കൊടുത്തു. എക്സിൻ്റെ വാല്യൂ 5, വൈൻ്റെ വാല്യൂ 4. അപ്പോൾ ഇവിടെ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എക്സ് റേസ് ടു 5 എന്നാണ് ഇത് ഉള്ളിൽ കാൽക്കുലേറ്റ് ചെയ്തത്. അതായത് 5 റേസ് ടു 4. 5 റേസ് ടു 4 എന്ന് പറയുമ്പോൾ 5 × 5 × 5 × 5. 5 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഈ വാല്യൂ ഇൻറ്റീജർ ആയിരിക്കും, കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻപുട്ട് ചെയ്ത് ഇൻറ്റീജർ ആയതുകൊണ്ട് റിസൾട്ട് എന്തുതന്നെയായിരിക്കും? ഇൻറ്റീജർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ സെഡ് എന്നുള്ളൊരു വാല്യൂബിളിലേക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ ഇൻറ്റീജർ ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ സെഡ് ഈക്വൽ ടു POW വിത്തിൻ ബ്രാക്കറ്റ് x, y. ആ റിസൾട്ട് സെഡിലുണ്ട്. സി ഔട്ട് സെഡ് എന്ന് പറയുന്ന സമയത്ത് റിസൾട്ട് എന്താ വരിക? 5 റേസ് ടു 4 എന്ന് പറയുമ്പോൾ 5 × 5 × 5 × 5. സോ റിസൾട്ട് ഈക്വൽ ടു 625 ആയിരിക്കും അതിൻ്റെ പവർ വരിക. സോ ഇങ്ങനെ 3 ഫംഗ്ഷൻസ് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു ABS ഇസ് ദ ഫംഗ്ഷൻ യൂസ് ടു ഫൈൻഡ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ നമ്പർ. ദെൻ നമ്മൾ പഠിച്ചത് SQRT ഇസ് ദ ഫംഗ്ഷൻ യൂസ് ടു ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. മൂന്നാമത് പഠിച്ചത് POW ഇസ് ദ ഫംഗ്ഷൻ യൂസ് ടു ഫൈൻഡ് ദ പവർ ഓഫ് എ നമ്പർ. സോ ഈ 3 ഫംഗ്ഷന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് പ്രോഗ്രാമിൽ. സോ ഇങ്ങനെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രോഗ്രാമിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഹെഡർ ഫയലാണ് CMath അല്ലെങ്കിൽ math.h. സോ നമുക്കൊരു പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് എ സർക്കിൾ യൂസിങ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്. സോ നമ്മൾ പ്രോഗ്രാമിൽ ആദ്യം എഴുതുക #include IOStream. ഇവിടെ നമ്മൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് CMath എന്നുള്ള ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം. #include CMath യൂസിങ് നെയിം സ്പേസ് STD. ഇതെല്ലാം നമ്മൾ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റു മെയിൻ വിത്തിൻ ബ്രാക്കറ്റ് നമ്മൾ പൈ, അതായത് നമുക്ക് സർക്കിളിൻ്റെ ഏരിയ കാണണം, അതേപോലെ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണം അല്ലേ? അപ്പോൾ പൈ എന്നുള്ളൊരു കോൺസ്റ്റൻറ്റ് ഡിക്ലെയർ ചെയ്യണം. കോൺസ്റ്റൻറ്റ് ഡിക്ലെയർ ചെയ്യാനുള്ള കീവേഡാണ് കോൺസ്റ്റ്. ഫ്ലോട്ട്, പൈയുടെ വാല്യൂ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയതുകൊണ്ട് ഫ്ലോട്ട് പൈയുടെ വാല്യൂ 22.0 ഡിവൈഡഡ് ബൈ 7 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് 3.14 എന്ന് കൊടുക്കാം. പക്ഷേ ഈ പ്രോഗ്രാമിൽ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇൻറ്റ് 4 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ABC, റേഡിയസ് 4 ഇൻറ്റീജറാണ്. അതേപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആയിട്ട് 3 വേരിയബിൾ ഉണ്ട്. ഏരിയ 1, ഏരിയ 2, 3 ഫ്ലോട്ടാണ്. സോ എൻ്റർ ദ 3 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. 3 സൈഡ്സ് ഇൻപുട്ട് ചെയ്യണം. സോ സ്വാഭാവികമായിട്ട് ഇൻപുട്ട് ചെയ്യാനുള്ള ഒബ്ജക്റ്റ് CN ABC. അപ്പോൾ ട്രയാങ്കിളിൽ 3 സൈഡ്സ് നമ്മൾ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്തു. സോ ട്രയാങ്കിൾ കാണാൻ ഒരുപാട് ഇക്വേഷൻ ഉണ്ട്. ഇതിൽ ഒരു ഇക്വേഷനാണ് നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് S × S - A × S - B × S - C എന്നൊരു ഫംഗ്ഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സൈഡ് കണ്ടിട്ടുള്ള ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഏരിയ കാണാൻ. സ്ക്വയർ റൂട്ട് ഓഫ് S × S - A × S - B × S - C. ഇത് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഒരു ഇക്വേഷനാണ്.
അപ്പോൾ സൈഡ് ചെയ്യാനുള്ള സൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം സൈഡ് കാൽക്കുലേറ്റ് ചെയ്യണം. സൈഡ് എന്ന് പറഞ്ഞാൽ a+b+c ഡിവൈഡഡ് ബൈ 2.0. സോ നമുക്ക് സൈഡ് കിട്ടി. നമുക്ക് ഞാൻ ഈ ഒരു ഇക്വേഷനാണ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞത് അല്ലേ. അപ്പോൾ SQRT സ്ക്വയർ റൂട്ട് കാണാനുള്ള ഫംഗ്ഷനാണ് SQRT. സ്ക്വയർ റൂട്ട് അപ്പോൾ SQRT ഓഫ് ബ്രാക്കറ്റിൽ s ഇൻറ്റു s മൈനസ് a ഇൻറ്റു s മൈനസ് b ഇൻറ്റു s മൈനസ് c. അപ്പോൾ ഇത് സ്ക്വയർ റൂട്ട് ഒരു SQRT പറഞ്ഞ് നമ്മൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ യൂസ് ചെയ്തു അല്ലേ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഏരിയ 1 റിട്ടേൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പ്രിൻറ്റ് ചെയ്തു ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈസ് ഏരിയ 1. അതേപോലെ നമുക്കിനി എന്ത് കാണണം? സർക്കിളിൻ്റെ റേഡിയസ് സർക്കിളിൻ്റെ ഏരിയ കാണണം. പൈ ആർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് എ സർക്കിൾ. അപ്പോൾ നോക്കൂ, റേഡിയസ് ഇൻപുട്ട് ചെയ്തു. എൻ്റർ ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. റേഡിയസ് ഇൻപുട്ട് ചെയ്തു. ഏരിയ കാണാനുള്ള ഇക്വേഷൻ പൈ, ഓൾറെഡി പൈയുടെ വാല്യൂ നമ്മളിവിടെ 22/7 ഇവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പവർ കാണാനുള്ളതാണ് അല്ലേ. ആർ സ്ക്വയർ r⁻². അപ്പോൾ പൈ ആർ സ്ക്വയർ, അപ്പോൾ POW പവർ കാണുകയാണ്. റേഡിയസ് 2. ഓക്കെ, സോ ആ റിസൾട്ട് ഏരിയ 2ലേക്ക് റിട്ടേൺ ചെയ്തു. ഏരിയ ഓഫ് ദ സർക്കിൾ ഇസ് ഏരിയ 2. സോ ഇവിടെ 2 ഫംഗ്ഷൻ യൂസ് ചെയ്തു. SQRT POW 2 ഫംഗ്ഷൻ യൂസ് ചെയ്തു. സോ ഈ 2 ഫംഗ്ഷൻ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ CMath എന്നുള്ള ഹെഡർ ഫയലും കൂടെ ഇൻക്ലൂഡ് ചെയ്താലേ പ്രോഗ്രാമിൽ ഈ ഫംഗ്ഷൻ റൺ ആവുള്ളൂ. ഓക്കെ.